ഏതോ അതെങ്ങനെ വഴിയപ്പം വഴി ഇവിടുന്ന് വഴി 5 ലക്ഷം രൂപയ്ക്കാ വഴി വെച്ചത്. ഹായ്, ഇജോയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തടിവെട്ട് വീഡിയോ കേട്ടോ. റബ്ബർ ടാപ്പിംഗ് അല്ല, നമ്മുടെ തടിയൊക്കെ മുറിച്ച് അളന്ന് അതൊരു വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നത്, നമ്മുടെ പിക്കപ്പായി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുരുതിക്കുളം കിണറുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിലേക്ക് മറ്റു വളവാണ്. ഈ വളവിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ മരം മുറിക്കുന്ന കാണാനായിട്ട് പോവുകയാണ്. മരം മുറിച്ച് അത് ഷട്ടിൽ വണ്ടിയെ കയറ്റി അത് മുകളിലുള്ള വലിയ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ മരം മുറിക്കുന്ന മുതൽ ചാണക്കാർ എറിയുന്നത് മുതൽ അത് മുറിച്ച് ഷട്ടിൽ വണ്ടിയെ കയറ്റുന്നവരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് അവർ JCB വെച്ച് റോഡ് വെട്ടിയിട്ടാണ് അവർ ഈ പിക്കപ്പ് വണ്ടിയൊക്കെ ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3-4 ദിവസമായി ഒരു ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ മരങ്ങൾ കയറിപ്പോയി. അപ്പോൾ ഇന്നലെയാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒന്ന് വീഡിയോ എടുത്തോളാനേ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ കാഴ്ചകളിലേക്ക് പോകാം. ഈ തടിപ്പണി എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയൊന്നുമല്ല, നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടതല്ലേ, ഒരു 104 ഇഞ്ചിൻ്റെ മരം മുറിക്കുന്നത്. എത്ര നേരത്തെ കഷ്ടപ്പാടാണ് ഇവർക്ക് ഈ തടിപ്പണി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുഞ്ഞാപ്പൻ മിഷൻ വാൾ രാഗാൻ പോവാണേ. മിഷൻ വാൾ രാഗിയതിന് ശേഷം മിഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനം നിറയ്ക്കുക കേട്ടോ. പെട്രോളും ഓയിലും നിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതിന് ശേഷം മിഷൻ സ്റ്റാർട്ട് ചെയ്ത് മരം മുറിക്കാനൊക്കെ ആരംഭിക്കുകയാണ്. അടുത്തായിട്ട് വാണക്കയർ എറിഞ്ഞ് മരം പിടിച്ചു കിട്ടാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ മരം നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മരം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിൽക്കാതെ വരും. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
മരങ്ങളെല്ലാം മടത്ത് സെറ്റ് ചെയ്തതിന് ശേഷം മുറിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. മടയൊക്കെ വെച്ചാണ് മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കുന്നതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ മരം മുറിച്ചിട്ടു. അതിനുശേഷം അളവുകോൽ ഉപയോഗിച്ച് അവർ 4 അടി കട്ടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടൻ അളന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കും. കുഞ്ഞാപ്പൻ അതനുസരിച്ച് വാൾ വെച്ച് മുറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരം മുറിച്ച് അവർ ഇട്ടതിന് ശേഷം അവർ കാപ്പി കുടിക്കാനായിട്ട് പോയി കേട്ടോ. സമയം എൻ്റെ 10:30 കഴിഞ്ഞു. അപ്പോൾ അവർ കാപ്പി കുടിക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് വണ്ടിയിലോട്ട് കയറ്റാൻ പോകുന്നത്. ഇതേ അങ്ങനെ അവർ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് അവർ പിക്കപ്പിലേക്ക് തടികൾ ഓരോന്നോരോന്നായിട്ട് ചുമന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോഡ് നിറഞ്ഞു കഴിയുമ്പോഴേക്കും അവർ വണ്ടി എടുത്തുകൊണ്ട് മേളിൽ വലിയൊരു ലോറി ഉണ്ട്. ആ ലോറിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തടി കയറുന്നതിൻ്റെ കാഴ്ചകളതിന് ശേഷം നമ്മുടെ പിക്കപ്പ് കയറിപ്പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കമ്പർസർ കൊണ്ട് പാറ പൊട്ടിച്ചു. അവിടുന്ന് ഒരു ശരീരത്തില്ലായിരുന്നോ? പമ്പില് അങ്ങനെ വണ്ടിയിൽ ലോഡെല്ലാം നിറച്ചതിന് ശേഷം നമ്മുടെ പിക്കപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. ആ വണ്ടി കയറി വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എൻ്റെ ഫ്രണ്ടിൽ 3 പേര് ഇരിപ്പുണ്ട്. കാരണം ആ ലോഡൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടി പൊങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഭാരം കൊടുത്തേ മതിയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർ പിക്കപ്പിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ 3-4 പ്രാവശ്യം വണ്ടി മുമ്പോട്ടും പുറകോട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ വളവ് തിരിഞ്ഞ് കയറി വരുന്നത് കേട്ടോ.
ഇത് നമ്മുടെ ഷട്ടിൽ വണ്ടി റിവേഴ്സ് വരിക കേട്ടോ. അങ്ങനെ പിക്കപ്പിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് നമ്മുടെ വലിയ വണ്ടിയിലേക്ക് കയറ്റുവാണ്. വലിയ വലിയ കട്ട് പീസുകൾ ഒരു ടേൺ അനുസരിച്ചാണ് കയറ്റുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ടേണാണ്. ഇത് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പെടുന്നതുകൊണ്ട് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ തടിപ്പണിക്കാരാണ് ഇത് കയറ്റുന്നത് കേട്ടോ. ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിലെ തടിപ്പണിക്കാർ, അതായത് അവരുടെ INTUC ആണ്, INTUC CATU അങ്ങനെ ഓരോ യൂണിയൻകാരാണ് ഈ തടി ലോറിയിലേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പം നമുക്ക് ലോറിയായിട്ട് കയറ്റുന്ന കാഴ്ചകൾ കണ്ടാലോ. അങ്ങനെ ഈ ലോഡ് ഫുള്ളായതിനു ശേഷം ഈ ലോറി കൊണ്ടുപോയി റെയിൽവേ വെച്ച് തൂക്കി ആണ് പെരുമ്പാവൂരിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.